ബ്രദറെ, ഈ കുടുംബത്തിലെ രണ്ടു പേർക്കും കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുത സാക്ഷ്യങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. മകളുടെ പേര് ചന്ദന. പൂവാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ മകൾ ജനിച്ച സമയം മുതൽ, അതായത് കഴിഞ്ഞ 19 വർഷമായിട്ടും ഈ മകൾക്ക് ശ്വാസമുട്ടലുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഈ മെഡിസിൻ കഴിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. ഈ മകൾ പറയുന്നത് മെഡിസിൻ കഴിക്കുമ്പോൾ കുറയും, പിന്നെ വീണ്ടും പ്രോബ്ലം വീണ്ടും ഉണ്ടാകും. എന്നാൽ ഈ മകൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ആദ്യമായി നമ്മുടെ ചർച്ചിലേക്ക് വന്നു. ബ്രദർ അങ്ങോട്ട് തന്നെ ഈ മകളോട് ആലോചന പറഞ്ഞു. അന്ന് മുതൽ ശ്വാസമുട്ടലില്ല, കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എന്റെ പേര് പറഞ്ഞ ചന്ദന. ചന്ദന. ഓക്കെ, ചന്ദന, സത്യമാണോ ഈ പറഞ്ഞേ? എത്ര നാളായിട്ട് മോൾക്ക് ശ്വാസമുട്ടലുണ്ടായിരുന്നു? കുഞ്ഞിലെ തൊട്ടേ ഉണ്ട്. നിനക്ക് ഓർമ്മിക്കുമ്പോ മോൾക്ക് ശ്വാസമുട്ടലുണ്ടോ? ഉണ്ട്. അന്ന് മുതൽ മരുന്ന് കഴിക്കുക? മരുന്ന് കഴിക്കും, അപ്പോ കുറയും, പിന്നെ വരും. എന്ന് പറഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 5 മാസമായിട്ട് ഇപ്പൊ ശ്വാസമുട്ടലില്ല. അതെ, എഴുന്നേറ്റ് വന്നിട്ട് നല്ല കൈയടി കൊടുത്തേ. ഗ്രേറ്റ് വൺ. ഇത് ദൈവത്താലല്ലാതെ ഒന്നും കഴിയത്തില്ലല്ലോ. നമ്മുടെ ചുണയായി കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ മകൾക്ക് നിവർന്ന് കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. അന്ന് തന്നെ ബ്രദർ പറഞ്ഞു ഈ മകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കർത്താവ് സൗഖ്യമാക്കുവാണെന്ന് പറഞ്ഞു. ചന്ദന, നിനക്ക് നിവർന്ന് കിടക്കാൻ പറ്റത്തില്ലായിരുന്നോ? എന്തുവായിരുന്നു പ്രശ്നം? നിവർന്ന് കിടക്കുമ്പോ ബാക്ക് വേദന, ഉറങ്ങാൻ പറ്റൂല, കുറച്ചു നേരം കിടക്കും, തിരിഞ്ഞു മറിഞ്ഞാണ്. എന്നാൽ നിവർന്ന് മോൾക്ക് കിടക്കാൻ, മലർന്ന് കിടക്കാൻ ഒക്കത്തില്ല, ഈ പുറവശം മുട്ടത്തില്ല, അങ്ങനെയാണോ? എങ്ങനെയാ പറ, നീ തന്നെ പറ. ഈ വശം മുട്ടത്തില്ല, ബെഡിനോട് ചേരത്തില്ല, വളഞ്ഞിരിക്കും, പറ്റും, തിരിഞ്ഞു മറിഞ്ഞു കിടക്കാനൊക്കത്തില്ല. ശരിയാണോ അമ്മ ഈ പറയുന്നത്? അന്ന് മുതലേ അമ്മ ഈ മോൾക്ക് ജന്മനാൽ ശ്വാസം മുട്ടലുണ്ട്? വിഴുന്നിട്ടുണ്ട്, കമന്ന് വിഴുന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ശ്വാസം മുട്ടലുണ്ട്. കമിഴ്ന്ന് വീണ നിമിഷം മുതലേ. ഓക്കെ, 2. അപ്പൊ ഈ മോൾക്ക് നിവർന്ന് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരിയാ, 6 വർഷത്തോളമായി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അടുത്ത സാക്ഷി എന്ന് പറയുന്നത്, ഈ മകൾ കഴിഞ്ഞ വർഷം BSc നഴ്സിംഗിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അഡ്മിഷൻ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ മകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കഴിഞ്ഞ ആഴ്ച ഈ മകൾക്ക് അഡ്മിഷൻ ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 3 വലിയ കാര്യം അല്ലെ? ഒന്ന് ചുണയായിട്ട് കൈയടിച്ച് യേശു ചെയ്ത നന്മകൾ. അതിനോടൊപ്പം തന്നെ ഈ മകൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൗണ്ട് കുറഞ്ഞ പനി ഉണ്ടായിരുന്നു. മകള് പറയുന്നത് ചർച്ചിലെ ലീഡേഴ്സിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, അന്ന് തന്നെ ആ പ്രയാസം മാറിപ്പോയി, കൗണ്ട് നോർമലിലേക്ക് വന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ആമേൻ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അടുത്ത സാക്ഷ്യം അമ്മയുടെയാണ്. അമ്മയുടെ പേര് ഗീത. കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് അമ്മയ്ക്ക് ഇടത് ഷോൾഡറും ഇടത് സൈഡിലെ ഹിപ്പിലും പ്രയാസമായിരുന്നു, ഒത്തിരി വേദനയായിരുന്നു. അമ്മ പറയുന്നത് അന്ന് തന്നെ ആ വേദന മാറിപ്പോയി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. വാ, അമ്മ പറഞ്ഞ അമ്മയ്ക്ക് എന്തുവായിരുന്നു പ്രശ്നം? ഇടുപ്പ് വേദനയായിരുന്നു ഈ സൈഡില്. അതുപോലെ ഇങ്ങനെ കഴുത്തിന് ഇങ്ങനെ വേദന എടുത്ത് ഇങ്ങനെ വരുമായിരുന്നു. എത്ര നാളായിട്ട്? 5-6 വർഷം വരും. അപ്പം ബ്രദർ ഇങ്ങനെ പറഞ്ഞത്. അതിനുശേഷം പിന്നെ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ചെയ്യുന്ന ഉപകാരത്തിന് നന്ദി പറയാം. താങ്ക് യു വെരി മച്ച്. ബ്ലെസ് യു.